മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ എഴുതി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സെക്ഷനോട് കൂടിയിട്ടാണ് ശരിക്കും ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയാറ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കുളംസ് ലോ. കുളംസ് ലോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. കുളംസ് ലോ അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു, രണ്ട് ചാർജുകൾ അടുത്ത് വന്ന് നിൽക്കുകയാണെങ്കിൽ അത് രണ്ട് ലൈക്ക് ചാർജുകളാണെങ്കിൽ അത് റിപ്പൽ ചെയ്യുന്നു, അൺലൈക്ക് ചാർജുകളാണെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് രണ്ട് ചാർജുകൾ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൾഷനോ ഉണ്ടാവും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് രണ്ട് ചാർജുകൾ തമ്മിൽ ആക്ട് ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എത്രയാണ് ആ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയായിരിക്കും, അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡയറക്ഷൻ എന്തൊക്കെയായിരിക്കും എന്നതിനെ കുറിച്ച് നമുക്ക് ഐഡിയ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് അത് പഠിപ്പിച്ചു തരുന്ന, അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ലോയാണ് കുളംസ് ലോ. അപ്പൊ എന്താണ് കുളംസ് ലോ എന്ന് ആദ്യം മനസ്സിലാക്കി പോകണം. കുളംസ് ലോ എന്ന് പറയുമ്പോൾ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നിയമമാണ് കുളംസ് ലോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോണേ. അപ്പൊ കുളംസ് ലോ ഫോഴ്സിന്റെ ലോയാണ്. ഫോഴ്സിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ലോയാണ്. നോക്കാം. കുളംസ് ലോ വെറുതെ നമുക്ക് പോയിട്ട് എല്ലാ ടൈപ്പ് ചാർജുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണ കുളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കുളംസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് മക്കളെ എന്തുണ്ടായിരിക്കണം, രണ്ട് അസംപ്ഷൻസ് കീപ്പ് ചെയ്തിരിക്കണം. ഫസ്റ്റത്തെ അസംപ്ഷൻ എന്ന് പറയുന്നത് ചാർജ് പോയിന്റ് ചാർജ് ആയിരിക്കണം. ചാർജ് പോയിന്റ് ചാർജ് ആയിരിക്കണം. പോയിന്റ് ചാർജുകളിലേക്ക് മാത്രമേ കുളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മക്കളെ, പോയിന്റ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. പോയിന്റ് 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 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ തവണ മാത്സിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് പോയിന്റ് എന്ന് എത്ര പേർക്ക് അറിയാം? എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം പേർക്കാണ് പോയിന്റിന്റെ അർത്ഥം അറിയുന്ന ആൾക്കാരുള്ളൂ. നമ്മൾ നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇതൊരു പോയിന്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു കുത്തിടും, അതാണ് നമ്മുടെ പോയിന്റ്. മക്കളെ, പോയിന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സീറോ വോള്യം എന്നാണ്. അതായത് വോള്യം ഇല്ലാത്തവനാണ് പോയിന്റ്. വോള്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ വോള്യം പൂജ്യമായവനെയാണ് നമ്മൾ സാധാരണ എന്ന് വിളിക്കുക, പോയിന്റ് എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ കുളംസ് ലോയില് നമ്മൾ അപ്ലിക്കബിൾ ആവണമെങ്കിൽ, കുളംസ് ലോ അപ്ലിക്കബിൾ ആവണമെങ്കിൽ ആദ്യം തന്നെ ആ ചാർജ് പോയിന്റ് ചാർജ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാർജിന്റെ വോള്യം പൂജ്യമായിരിക്കണം. അങ്ങനെ, അതായത് ചാർജിന് ഒക്യുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമില്ല. അങ്ങനെ വോള്യം പൂജ്യമായിട്ടുള്ള ചാർജ് വേണം കുളംസ് ലോയില് നമ്മൾ എടുക്കുക എന്നാണ് നമ്മൾ സാധാരണ പറയുന്ന ആദ്യത്തെ അസംപ്ഷൻ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചാർജും വോള്യം ഇല്ലാത്ത ചാർജ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല മക്കൾ. അതായത് നമ്മളിപ്പോ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും ചെറിയ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിനും വോള്യം ഉണ്ട്, വോള്യം ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോ വോള്യം ഇല്ലാത്തൊരു ചാർജ് നമ്മൾ സാധാരണ അങ്ങനെ ഒരു ചാർജ് ഇല്ല. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ പോയിന്റ് ചാർജ് എന്ന് പറഞ്ഞ അസംഷൻസ് തന്നെ ശരിക്കും നടക്കാത്തൊരു അസംഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ ഫിസിക്സുകാര് വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യും. എന്താ, നമ്മൾ ഈ സാധാരണ +1 നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് കേട്ടിട്ടുണ്ട്. എന്താ നമ്മുടെ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്ത, യാത്ര ചെയ്ത, അതായത് സഞ്ചരിച്ച ദൂരവുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്റെ ബൈക്ക് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഹിമാലയം പോവാന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഹിമാലയത്തേക്ക് പോകുന്നു. അപ്പോ ഹിമാലയം എന്ന് പറയുമ്പോൾ വളരെ അകലെയാണ്. അപ്പൊ എന്റെ ബൈക്ക് വളരെയധികം ദൂരം ട്രാവൽ ചെയ്തു, കിലോമീറ്ററുകളോളം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബൈക്ക് ട്രാവൽ ചെയ്ത ആ ദൂരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ബൈക്കിന്റെ സൈസ് വളരെ 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 ചെറുതാണ്. ബൈക്കിന് ആകെ ചെറിയ സൈസ് ഉള്ളൂ, 1.5 മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ മാക്സിമം. അപ്പോ എന്റെ ബൈക്ക് ട്രാവൽ ചെയ്ത, ഹിമാലയത്തിലേക്ക് ട്രാവൽ ചെയ്ത ദൂരവുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്റെ ബൈക്കിന്റെ
സൈസ് വളരെ കുറവല്ലേ, അപ്പൊ എന്റെ ബൈക്കിനെ എനിക്ക് പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞുള്ളൂ, പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്താ പോയിന്റ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത? വോള്യം 0 എന്റെ ബൈക്കിന്റെ വോള്യം 0 ഒന്നല്ല. പക്ഷെ നമുക്ക് ആ ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഒന്നും ഇല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാം? രണ്ട് ചാർജുകൾ തമ്മിൽ ആ ഫോഴ്സ് ഉണ്ടാവാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. കോളം ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ രണ്ട് ചാർജ് വേണം അല്ലെ? രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ അട്രാക്ഷനോ റിപ്പൾഷനോ ഉണ്ടാവുള്ളൂ. അപ്പൊ രണ്ട് ചാർജ് വേണം. മക്കളെ, ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ രണ്ട് ചാർജുകൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഈ രണ്ട് ചാർജുകൾക്കിടയിലുള്ള ദൂരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചാർജിന്റെ സൈസ് വളരെ വളരെ ചെറുതാണെങ്കിൽ, നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, അതിനെ പോയിന്റ് ചാർജ് എന്ന് കൺസിഡർ ചെയ്യാം. സോ പോയിന്റ് ചാർജ് നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യാം? when the size of the charge must be negligible when it is compared with the separating distance between the charges. അതായത് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ചാർജിന്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അതിനെ പോയിന്റ് ചാർജ് എന്ന് നമ്മൾ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. അപ്പൊ ഫസ്റ്റത്തെ അസംഷൻ ചാർജ് പോയിന്റ് ചാർജ് ആയിരിക്കണം. രണ്ടാമത്തെ അസംഷൻ ആ ചാർജ് എന്തിലായിരിക്കണം മക്കളെ? റെസ്റ്റിലായിരിക്കണം. അതായത് വെറുതെ റെസ്റ്റിലിരിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്യാതിരിക്കുന്ന ചാർജുകളിലേക്ക് മാത്രമേ എന്താ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? കുളംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ കുളംസ് ലോ എന്ന് പറഞ്ഞു? രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കുന്ന നിയമമാണ് കുളംസ് ലോ. അങ്ങനെ ആ കുളംസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ചാർജ് പോയിന്റ് ചാർജ് ആവണം. രണ്ട് എന്തിലായിരിക്കണം മക്കളെ? റെസ്റ്റിലായിരിക്കണം. അപ്പൊ മക്കളെല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിക്കുക. രണ്ട് ചാർജുകൾ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. ആ രണ്ട് ചാർജുകൾ, ഒരാൾ Q1 ആണ്, ഒരാൾ Q2 എന്ന് പറയുന്ന ചാർജ് ആണ്. അപ്പൊ Q1 Q2 ആണ്. അവർ തമ്മിലുള്ള സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ദൂരം ഞാൻ R എന്ന് എടുക്കുന്നു. അപ്പൊ മക്കൾ നോക്കുക, ഈ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഈ സെപ്പറേറ്റിംഗ് ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചാർജിന്റെ സൈസ് വളരെ ചെറുതായ കാരണം അവര് പോയിന്റ് ചാർജ് ആയി, അവര് റെസ്റ്റിലാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചാർജുകൾ ഇപ്പൊ മക്കളെ ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. അപ്പോൾ നിശ്ചയമായിട്ടും ഉറപ്പായിട്ടും മക്കളെ രണ്ട് ചാർജുകൾക്കിടയിൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ ഫോഴ്സിന്റെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന നിയമമാണ് ഏത് ലോ? കുളംസ് ലോ. അപ്പൊ ഞാൻ കുളംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാൻ പോകുന്നു മക്കളെ. എന്താ കുളംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. എല്ലാവരും ശ്രദ്ധിക്കണം. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് ഓർ റിപ്പൾഷൻ. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ, അതായത് അട്രാക്ഷനോ റിപ്പൾഷനോ ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ്, രണ്ട് പോയിന്റ് ചാർജുകൾ തമ്മിലുള്ള, ബിറ്റ്വീൻ ടു പോയിന്റ് ചാർജസ് വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് is directly proportional to മക്കളെ പ്രൊപ്പോർഷണൽ ഞാൻ എങ്ങനെ എഴുതുള്ളൂ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു product of magnitude of their charges and inversely proportional to square of the distance between them. മക്കളെ, ഇതാണ് കുളംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ്. മക്കളെ, കുളംസ് ലോ ചോദിക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് ശ്രദ്ധിക്കുക. അതായത് എന്താ? അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ ബിറ്റ്വീൻ ആരൊക്കെയിടയിലുള്ളത് മക്കളെ? രണ്ട് പോയിന്റ് ചാർജുകൾക്കിടയിൽ. അവരെന്തിലായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. കണ്ടോ, നമ്മുടെ രണ്ട് അസംഷൻസ് വന്നു കഴിഞ്ഞു. പോയിന്റ് ചാർജ് റെസ്റ്റിലായിരിക്കണം. അപ്പൊ റെസ്റ്റിലായിരിക്കുകയും പോയിന്റ് ചാർജുമായിട്ടുള്ള രണ്ട് ചാർജുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ, അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, ഡിപ്പെൻഡിംഗ് ഓൺ ദ പൊളാരിറ്റി ഓഫ് ദ ചാർജ്. അട്രാക്റ്റീവ് ഫോഴ്സോ റിപ്പൾസീവ് ഫോഴ്സോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദെയർ ചാർജസ്. അതായത് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ അവരുടെ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മക്കളെ ഇതാണ് നിയമം. അപ്പൊ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ്, ഒന്ന് ഇവരുടെ ചാർജുകളുടെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും, രണ്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മക്കളെ ഇതേപോലെയുള്ള ഒരു നിയമം നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മിക്കാം, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇത് തന്നെയായിരുന്നു. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ടു ബോഡീസ് ഇൻ എ യൂണിവേഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ്, ഇവിടെ ചാർജിന് പരമാവധി മാസ്, പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് നമ്മൾ ഗ്രാവിറ്റേഷനിൽ പഠിച്ച അതേ ഫോഴ്സിന്റെ അതേ ഫോർമാറ്റ് ആണ് കുളംബ്സ് ഫോഴ്സ് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഇല്ല. അവിടെ മാസിന് പകരം ഇവിടെ ചാർജായി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്കൽ ആയിട്ട് നമ്മൾ അതിനെ എഴുതാൻ നോക്കുമ്പോൾ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, അതായത് ചാർജുകളുടെ പ്രൊഡക്റ്റ് Q1 into Q2 ആൻഡ് ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. മക്കളെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിന് പ്രത്യേകമായിട്ട് സൈൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by എഴുതണം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു square of the distance between them. Appo F is proportional to Q1 Q2, F is proportional to 1 by R square. Then F is proportional to മക്കളെ ക്ലബ് ചെയ്ത് എഴുതുമ്പോ Q1 into Q2 divided by R square. And F is equal to proportionality sign പോയി equal sign വരുമ്പോ we have to multiply with the constant. That constant K into Q1 Q2 divided by R square എന്ന് വെച്ച് നമുക്ക് തൽക്കാലം അതവിടെ നിൽക്കട്ടെ. അപ്പൊ F is equal to K into Q1 Q2 by R square. മക്കളെ ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പൊ F is proportional to Q1 Q2, F is proportional to 1 by R square, F is proportional to club ചെയ്യുമ്പോൾ Q1 Q2 by R square, F is equal to proportionality sign പോയി ഈക്വൽ സൈൻ കൊണ്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് K into Q1 Q2 by R square. ഡൗട്ട് ഇല്ലല്ലോ? ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്യണം. നമ്മുടെ സ്ഥലത്തിന്റെ ഒരു പരിമിതികളോട് ഞാനിത് മാറ്റാൻ പോവാണ്. അപ്പൊ ആ നിയമം ഒന്ന് നോട്ട് ചെയ്യണം. Force of attraction or repulsion between 2 point charges is directly proportional to product of their charges and inversely proportional to square of the distance between them. ഞാനത് മാറ്റിയാണ്. യെസ് മക്കളെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? F equal to K into Q1 Q2 by R square. മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫിസിക്സ് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്. നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഫിസിക്സ്. നമ്മള് എങ്ങനെയായിരിക്കും കുളമ്പ് ഈ നിയമം കണ്ടെത്തിയിട്ടുണ്ടാവുക, ജസ്റ്റ് അതൊന്നും നമുക്ക് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളാണ് കുളമ്പെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇത് കണ്ടെത്തിയിട്ടുണ്ടാവുക? മക്കളെ ഇപ്പോ നമുക്ക് ചിന്തിക്കാം, എങ്ങനെയായിരിക്കും അയാള് സയന്റിസ്റ്റ് ഇത് കണ്ടെത്തിയിട്ടുണ്ടാവുക? ആള് രണ്ട് ചാർജിനെ കൺസിഡർ എടുത്തിട്ടുണ്ടാവും. രണ്ട് ചാർജ് അയാള് എടുത്തു. ആ രണ്ട് ചാർജിന്റെ വാല്യൂ അയാൾക്കറിയാം. ആ രണ്ട് ചാർജിനെ അയാൾ ഒരു ഡിസ്റ്റൻസിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവർ തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചു? മക്കളെ ഫോഴ്സ് കണ്ടുപിടിച്ചു ആള്. ഇപ്പൊ രണ്ട് ചാർജ് എടുത്തു. ആ രണ്ട് ചാർജുകളെ ഒരു ഡിസ്റ്റൻസ്, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ അയാൾ കൊണ്ടുവച്ചു. അവർ തമ്മിലുള്ള എന്ത് കണ്ടുപിടിച്ചു? ഫോഴ്സ് കണ്ടുപിടിച്ചു. ഓക്കെ. പിന്നെ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാള് ആ ചാർജുകളെ മാറ്റി നോക്കി. അതായത് നേരത്തെ വെച്ച ചാർജിന് പകരം വേറെ രണ്ട് ചാർജുകളെ കൊണ്ടുവച്ചു. അപ്പോഴും ഡിസ്റ്റൻസ് മാറ്റിയില്ല. അപ്പൊ ഡിസ്റ്റൻസ് മാറ്റാതെ ചാർജുകൾ മാറ്റി നോക്കി. അതന്നെയായിരിക്കും നമ്മളും ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളാണ്, ഇപ്പൊ ഞാനാണ് കുളമ്പന്റെ സ്ഥാനത്തേക്ക്, നിങ്ങളാണ് കുളമ്പന്റെ സ്ഥാനത്തേക്ക്, നമ്മൾ എന്താ ചെയ്യുക? ചാർജുകളെ മാറ്റി നോക്കുക ആദ്യം. അപ്പൊ ചാർജുകൾ അയാൾ മാറ്റി നോക്കി. എന്ത് മാറ്റിയില്ല മക്കളെ? ഡിസ്റ്റൻസ് മാറ്റാതെ ചാർജുകളെ മാറ്റി നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഫോഴ്സിന്റെ വാല്യൂ മാറുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ വെച്ച അനുഭവപ്പെട്ട ഫോഴ്സ് അല്ല, അല്ലെങ്കിൽ തുടക്കത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ഫോഴ്സ് അല്ല, ചാർജിനെ മാറ്റി നോക്കിയത്. അപ്പൊ ചാർജ് മാറുന്നതനുസരിച്ച് ഫോഴ്സ് മാറുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? കുളമ്പിന് മനസ്സിലായി. അപ്പോ കുളമ്പിന് മനസ്സിലായി ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മക്കളെ? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി. കുറച്ചും കൂടി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെറുതെ ചാർജിനല്ല, ചാർജിന്റെ പ്രൊഡക്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞുതരാം. മക്കളെ ശ്രദ്ധിക്കൂ. അയാൾ 2 കുളം ചാർജ് എടുത്തു. 2 എടുത്തു. എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? ഒരു ഡിസ്റ്റൻസിൽ വെച്ചു ഫോഴ്സ് മെഷർ ചെയ്തു. അപ്പൊ 2 എടുത്താണ്. ശ്രദ്ധിക്കണം, 2 ഇനി അയാൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 4 കുളം ചാർജ് 2 കുളം ചാർജ് കേട്ടോ. ചാർജ് മാറ്റി, ഇവിടെ 4 ആക്കി, ഇവിടെ 2 ആക്കി. 4, 2 വെച്ചു. അതും ഒരേ ഡിസ്റ്റൻസിൽ വെച്ചു.
അപ്പൊ ആളെന്ത് ചെയ്തു ആദ്യം മക്കളെ 2-2 വെച്ചു. മക്കളെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ പറഞ്ഞേട്ടാ, 2-2 വെച്ചു. പിന്നെ ആളെന്ത് ചെയ്തു മക്കളെ 4-2 വെച്ചു. അപ്പൊ അയാൾക്ക് എന്ത് മനസ്സിലായി? 2-2 വെച്ചപ്പോ 2-2 ചാർജ് വെച്ചപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സും 4-2 ചാർജ് വെച്ചപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ ഈ ഫോഴ്സിന്റെ ഇരട്ടി വന്നുകൂടെ, ഈ ഫോഴ്സിന്റെ ഇരട്ടി വന്നു. അതായത് 2-2 ചാർജ് വെച്ചപ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് മക്കൾ എന്ത് വന്നു? 2F വന്നു. സിമ്പിൾ ആണ്, നിങ്ങൾ ആലോചിച്ചിട്ടാണ് ഫിസിക്സ് പഠിക്കേണ്ടത്, ബൈ ഹാർട്ട് ചെയ്യണം. 2F വന്നു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇവിടെ ഫോഴ്സ് ഇരട്ടിയായി അല്ലെ. അപ്പൊ ഫോഴ്സ് കൂടി, ഇരട്ടിയായി. എന്തുകൊണ്ട് ഇരട്ടിയായി മക്കളെ? ഇവിടുത്തെ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് നോക്കിയേ, ഇവിടെ 2 ഇവിടെ 2. പ്രൊഡക്റ്റ് ഓഫ് ചാർജ് നോക്കിയേ 2-2 4. ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് ചാർജ് നോക്കി, ഇവിടെ 4-2 എത്ര മക്കളെ? 8. അപ്പൊ നിങ്ങൾ നോക്കി, പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ഇരട്ടിയായി കേട്ടോ. പ്രൊഡക്റ്റ് ഓഫ് ചാർജ് ഇരട്ടിയായപ്പോ ഫോഴ്സ് ഇരട്ടി. അങ്ങനെയാണ് അയാൾക്ക് മനസ്സിലായത് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ചാർജ്. അപ്പൊ ചാർജുകളെ മാറ്റി നോക്കി ഫോഴ്സുകളെ മെഷർ ചെയ്ത് നോക്കിയപ്പോ ഫോഴ്സ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ചാർജിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ആർക്ക് മനസ്സിലായി? കുളമ്പന് മനസ്സിലായി. ഇനി നിങ്ങളാണ് കുളമ്പന്റെ സാധനം, ഇനി അടുത്ത് എന്താ ചെയ്യാൻ മക്കളെ? ഇനി നമ്മൾ ഡിസ്റ്റൻസ് മാറ്റി നോക്കും അല്ലെ. ഡിസ്റ്റൻസ് മാറ്റി നോക്കും. ഇപ്പൊ നമ്മൾ 2-2 ചാർജ് എടുത്തു, 2 കുളം ചാർജ് എടുത്തു, 1 മീറ്ററിൽ വെച്ചു. അപ്പൊ അവർ തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. 2 മീറ്ററിൽ വെച്ചു, അപ്പൊ അവർ തമ്മിൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഈ 2 മീറ്ററിൽ വെക്കുമ്പോഴും 1 മീറ്ററിൽ വെക്കുമ്പോഴുള്ള ഫോഴ്സിന്റെ വാല്യൂ എന്തല്ല? സെയിം അല്ല. അപ്പൊ ആൾക്ക് എന്ത് മനസ്സിലായി? ഡിസ്റ്റൻസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മക്കളെ ചാർജ് മാറിയിട്ടില്ല, നോക്കണം. 2-2 ആണ്. 2 കുളം ചാർജ് മാറുന്നില്ല. പക്ഷെ ഡിസ്റ്റൻസ് മാറ്റി വെച്ചപ്പോൾ ഫോഴ്സ് മാറി. അപ്പൊ ആൾക്ക് എന്ത് മനസ്സിലായി? ഫോഴ്സ് ഡിസ്റ്റൻസിനും കൂടി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² എന്നും കൂടി ആൾ എഴുതി. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് എന്നാണ് ആൾക്ക് മനസ്സിലായത്. ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ 2 ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നു മനസ്സിലായി. അപ്പൊ ആദ്യത്തെ ഫാക്ടർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജും, രണ്ടാമത്തെ ഫാക്ടർ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. മക്കളെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സംഭവമാണ്. ഫിസിക്സ് ആലോചിച്ച് വേണം പഠിക്കാൻ, ബൈ ഹാർട്ട് പഠിക്കരുത്. ഇപ്പൊ ഇക്വേഷൻ ഇത് ബൈ ഹാർട്ട് പഠിക്കുന്നവർക്ക് അവർ തെറ്റായ രീതിയിൽ കൂടെയാണ് പോകുന്നത് മാഷ് പറയും, സാറ് പറയും. കാരണം ശരിയായ രീതി അതല്ല. നമ്മൾ ആലോചിച്ച് നോക്കും, കുളമ്പിന് പകരം നമ്മളാണ്. ഇനി നമ്മൾ ഇതുകൊണ്ട് നിർത്തുവോ? ഇല്ല. കുളമ്പിന് പകരം നമ്മളാണെങ്കിൽ നമ്മൾ ഇതുകൊണ്ട് നിർത്തില്ല. അപ്പൊ മക്കളെ ശ്രദ്ധിക്കൂ. അപ്പൊ ഫോഴ്സ് ചാർജിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. ഫോഴ്സ് ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കുളമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മളാണ് കുളമ്പെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇനി മക്കൾ എന്താ ചെയ്യുന്നുണ്ടാവും? നമ്മൾ 2 കുളം ചാർജിനെ സെലക്ട് ചെയ്യും. അപ്പൊ 2 കുളം ചാർജ് നമ്മൾ ഫിക്സ് ചെയ്തു. അവർ നമ്മളെ ഡിസ്റ്റൻസ് 1 മീറ്റർ അതും ഫിക്സ് ചെയ്തു. അപ്പോ നമ്മൾ ചാർജുകളെയും ഫിക്സ് ചെയ്തു, ഡിസ്റ്റൻസുകളെയും നമ്മൾ എന്ത് ചെയ്തു മക്കളെ? ഫിക്സ് ചെയ്തു. എന്നിട്ട് മീഡിയം മാറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയാൻ പോകുന്നത്. മീഡിയങ്ങൾ മാറ്റി കൊടുത്തു. എന്താ മീഡിയം മാറ്റി കൊടുത്തത്? ആദ്യം ഈ ചാർജിനെ എയറിൽ കൊണ്ടുവച്ചു. എയറിൽ കൊണ്ടുവച്ചു. ഏത് ചാർജിനെ? 2 കുളം. ഡിസ്റ്റൻസ് എത്രയാ മക്കളെ? 1 മീറ്റർ ഫിക്സ് ആണ്. അപ്പൊ 2 കുളവും 1 മീറ്റർ ഫിക്സ് ആണ്. അവർ നമ്മളെ എയറിൽ കൊണ്ടുവച്ചു. അപ്പൊ അവിടെ നമ്മൾ എന്ത് ആക്ട് ചെയ്തു? ഒരു ഫോഴ്സ് കിട്ടി. അപ്പൊ അവിടെ നമുക്ക് ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്തെടുത്തു. ഓക്കെ. എന്നിട്ട് ഇതേ ചാർജിനെ ഇതേ ഡിസ്റ്റൻസിൽ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചു. അപ്പോ അനുഭവപ്പെടുന്ന ഫോഴ്സിൽ എന്ത് സംഭവിക്കുന്നു? ചെറിയ മാറ്റമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു. ഇതേ ചാർജിനെ നമ്മൾ കെറോസിനിൽ മണ്ണെണ്ണയിൽ മുക്കി വെച്ചു. അപ്പോഴും ഇതേ ചാർജാണ്, ഇതേ ഡിസ്റ്റൻസ് ആണ്, പക്ഷെ മീഡിയം മാറുന്നുണ്ട്. വെള്ളം, കെറോസിൻ, എയർ, അങ്ങനെ മീഡിയം മാറുന്നുണ്ട്. അപ്പോഴും എന്ത് സംഭവിച്ചു മക്കളെ? ഫോഴ്സിന്റെ വാല്യൂ മാറുന്നു. ഗ്ലാസ്സിൽ ഇറക്കി വെച്ചു, ഫോഴ്സിന്റെ വാല്യൂ മാറും. പേപ്പറിൽ വെച്ചു, ഫോഴ്സിന്റെ വാല്യൂ മാറുന്നു. അങ്ങനെ എയർ, വാട്ടർ, കെറോസിൻ, ഗ്ലാസ്, പേപ്പർ, അങ്ങനെ പല എന്ത് വെച്ചു? മീഡിയത്തിൽ വെച്ചപ്പോ ഫോഴ്സിന്റെ വാല്യൂ മാറുന്നതായിട്ട് കുളമ്പ് കണ്ടു. ശ്രദ്ധിക്കണേ, അതാളെ എഴുതിയിട്ടില്ല, കുളമ്പ് അങ്ങനെ കണ്ടു. അപ്പൊ ഫോഴ്സിന്റെ വാല്യൂ പ്രൊഡക്റ്റ് ഓഫ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാറ്റിവെച്ചോളൂ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് മാറ്റിവെച്ചോളൂ. അതിനെ കൂടാതെ എന്തുകൂടിയും ഡിപ്പെൻഡ് ചെയ്യുന്നു മക്കളെ? അവരിയ്ക്കുന്ന മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോ ചാർജുകള് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അവരുടെ ചാർജിന്റെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരിയ്ക്കുന്ന മീഡിയത്തിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് കുളമ്പിന് മനസ്സിലായി. അപ്പോ ശ്രദ്ധിക്കണം. നമ്മൾ എഴുതിയ ഇക്വേഷൻ എന്തായിരുന്നു? F = K × Q1 Q2/r² എന്നായിരുന്നു.
K into Q1 Q2 by R square ആയിരുന്നു. മക്കളെ Q1 Q2 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. 2 കുളം ഞാൻ എക്സാമ്പിൾ പറയണേ. 2 കുളം ഡിസ്റ്റൻസ് നമ്മൾ 1 മീറ്റർ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നാലും മീഡിയം മാറുമ്പോ മക്കൾ എന്ത് മാറുന്നുണ്ട് മക്കളെ? ഫോഴ്സ് മാറിക്കളിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ, നിങ്ങൾ എന്റെ കൈവിരലിന്റെ അവിടേക്ക് ശ്രദ്ധിക്കണം. ചാർജ് Q1 Q2 കോൺസ്റ്റന്റ് ആക്കി വെച്ചു, ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആക്കി വെച്ചു. പക്ഷെ മീഡിയം മാറുമ്പോ എയറിലുള്ള ഫോഴ്സ് അല്ല വെള്ളത്തിലുള്ള ഫോഴ്സ് അല്ല മണ്ണെണ്ണയിലുള്ള ഫോഴ്സ് അല്ല മറ്റേ ഗ്ലാസ്സിലുള്ള ഫോഴ്സ് അല്ല പേപ്പറിലുള്ള ഫോഴ്സ് അല്ല ടർപ്പന്റിൻ, ഏത് മീഡിയം. അപ്പൊ മീഡിയം മാറുന്നതനുസരിച്ച് എന്ത് മാറുന്നു മക്കളെ? ഫോഴ്സ് മാറുന്നു എന്നുള്ള വളരെ വിചിത്രമായിട്ടുള്ള റിസൾട്ട് കൂടി ആൾ കണ്ടു. അപ്പൊ മീഡിയം മാറുമ്പോ ഫോഴ്സ് മാറുന്നു മക്കളെ. Q1 Q2 കോൺസ്റ്റന്റ്, ആ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ്. ഇവരെ 3 പേരും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ടും ഫോഴ്സ് മാറണമെങ്കിൽ ആര് മാറിയേ പറ്റൂ? K മാറിയേ പറ്റൂ, അല്ലെ? Q1 Q2 ആറും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു. മീഡിയം മാറുമ്പോ ഫോഴ്സ് മാറണമെങ്കിൽ ആര് മാറിയേ പറ്റൂ? K മാറിയേ പറ്റൂ. അപ്പൊ K എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കോൺസ്റ്റന്റ് അല്ല. നമ്മൾ സാധാരണ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ എല്ലാ സ്ഥലത്തും സ്ഥിരമായിരിക്കും, സെയിം ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടുത്തെ K, കുളംസ് ലോയിലെ K നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്തല്ല മക്കളെ? കോൺസ്റ്റന്റ് അല്ല. K മാറുന്നുണ്ട്. ആർക്കനുസരിച്ച് മാറുന്നുണ്ട്? മീഡിയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. അങ്ങനെ മീഡിയത്തിനനുസരിച്ച് K മാറിയാൽ മാത്രമേ മീഡിയത്തിനനുസരിച്ച് ആരും മാറുള്ളൂ മക്കളെ? ഫോഴ്സും മാറുള്ളൂ. മീഡിയത്തിനനുസരിച്ച് ഫോഴ്സ് മാറുമെന്ന് നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ നേരിട്ട് അനുഭവിച്ചാണ് നമ്മളല്ല കുളമ്പ് നേരിട്ട് അനുഭവിച്ചാണ് മീഡിയം മാറുന്നതനുസരിച്ച് ഫോഴ്സ് മാറുന്നത്. അപ്പോ മീഡിയം മാറുന്നതനുസരിച്ച് ആരും മാറിയേ പറ്റൂ? K മാറിയേ പറ്റൂ. അപ്പൊ K എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ 5, 10 അതേപോലെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് 6.67 അങ്ങനെയുള്ള ഒരു കോൺസ്റ്റന്റുകളൊന്നല്ല. K എന്ന് പറയുന്നത് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് മക്കളെ. Kയുടെ വാല്യൂ എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം പഠിക്കും. 1/4π എപ്സിലോൺ എന്ന സാധനം പഠിക്കുന്നു. അപ്പൊ K ഈക്വൽ ടു 1/4π എപ്സിലോൺ. ഈ 3 തിരിച്ചിട്ടുന്ന നമ്പർ കണ്ടില്ലേ? ഇതാണ് എപ്സിലോൺ. ആ സിമ്പലിന്റെ പേരാണ് എപ്സിലോൺ. അപ്പൊ 1/4π എപ്സിലോൺ, ഇത് സിമ്പലിന്റെ പേരാണ് എപ്സിലോൺ. അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നാണ്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം പുതിയൊരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോണേ. അപ്പൊ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നാണ് പറയുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം, അതായത് ഓരോ മീഡിയത്തിന്റെയും പെർമിറ്റിവിറ്റി. അപ്പോ മീഡിയം മാറുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും മക്കളെ? മീഡിയം മാറുന്നതനുസരിച്ച് ഈ പെർമിറ്റിവിറ്റി മാറും. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസിന്റെ പെർമിറ്റിവിറ്റി ആയിരിക്കില്ല വെള്ളത്തിന്റെ പെർമിറ്റിവിറ്റി ആയിരിക്കില്ല എയറിന്റെ പെർമിറ്റിവിറ്റി ആയിരിക്കില്ല പേപ്പറിന്, അതിന്റെ പെർമിറ്റിവിറ്റി ആയിരിക്കില്ല കെറോസിന്. അപ്പൊ ഓരോ മീഡിയത്തിനും ഓരോ എന്തായിരിക്കും മക്കളെ? പെർമിറ്റിവിറ്റി ആയിരിക്കും. അപ്പൊ പെർമിറ്റിവിറ്റി മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ പെർമിറ്റിവിറ്റി മാറുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ മീഡിയം മാറുമ്പോ പെർമിറ്റിവിറ്റിയാ മാറണേ മക്കളെ. Q1 Q2 മാറുന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞു. Q1 Q2 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. അതേപോലെ ഡിസ്റ്റൻസും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചു. മീഡിയം മാറുമ്പോഴും എന്ത് മാറുന്നുണ്ട്? ഫോഴ്സ് മാറുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോ ചാർജ് മാറുന്നില്ല, ഡിസ്റ്റൻസ് മാറുന്നില്ല, പക്ഷെ മീഡിയം മാറുമ്പോ എന്ത് മാറുന്നു മക്കളെ? ഫോഴ്സ് മാറുന്നു. എന്തുകൊണ്ട് മീഡിയം മാറുമ്പോ ഫോഴ്സ് മാറുന്നു? ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയില് മാറ്റം ഉണ്ടാകുന്നു. ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റിയാണ്. അപ്പൊ ശരിക്കും പെർമിറ്റിവിറ്റി മാറുന്ന കാരണം എന്താണ് മക്കൾ? എന്താണ് ഫോഴ്സ് മാറുന്നത്? നിങ്ങളൊക്കെ 1ഉം 4ഉം 5ഉം Q1 Q2 R ഒക്കെ കോൺസ്റ്റന്റ് ആണ്. മീഡിയം മാറുമ്പോ ഫോഴ്സ് മാറാനുള്ള കാരണം എന്ത് കാരണം ഉണ്ടാകും മക്കളെ? ആ മീഡിയത്തിന്റെ ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റി ആയ കാരണം കൊണ്ടാണ്. പെർമിറ്റിവിറ്റി മാറുന്ന കാരണം കൊണ്ടാണ് എന്ത് മാറുന്നത്? ഫോഴ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ 1/4π എപ്സിലോൺ Q1 Q2 by R square. ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. അതായത് നമ്മൾ ഏത് മീഡിയത്തിലാണോ ചാർജ് വെച്ചിരിക്കണേ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി. അപ്പൊ മീഡിയം മാറുന്നതനുസരിച്ച് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി മാറും. അത് കാരണം കൊണ്ട് ആര് മാറും മക്കളെ? ഫോഴ്സ് മാറും. അപ്പൊ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ: പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ആൻഡ് ദ തേർഡ് വൺ അവരിയ്ക്കുന്ന മീഡിയം, ചാർജ് ഇരിക്കുന്ന മീഡിയം. ഓക്കെ, അപ്പൊ ഫോഴ്സ് F ഈക്വൽ ടു മക്കളെ കേക്ക് വരുന്നത് എഴുതാം 1/4π എപ്സിലോൺ പെർമിറ്റിവിറ്റി ഇൻറ്റു Q1 Q2 by R square. അപ്പൊ F ഈക്വൽ ടു 1/4π എപ്സിലോൺ Q1 Q2 by R square. ഇതാണ് കൂളോംബിന്റെ ഫോഴ്സ്.
കുറച്ച് കുട്ടികൾക്കൊക്കെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ അവര് ഈ വീഡിയോ കാണുമ്പോ അവരപ്പ തന്നെ പറയും സാറിന് ഇവിടെ 0 ഇടണം, 1/4πε 0 എന്നാണ് അവര് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. മക്കളെ അങ്ങനെയല്ല, അത് തെറ്റാണ്. 1/4πε0 ഒന്നും നിങ്ങൾ ഇടരുത്. അതൊക്കെ നമുക്ക് വഴിയെ പറഞ്ഞുതരാം. 1/4πε നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റില് നമ്മൾ ഫോളോ ചെയ്യൂ. 1/4πε Q1 Q2 r². അതിന് Q1 Q2 രണ്ട് ചാർജുകള്, R എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ്, പെർമിറ്റിവിറ്റി പുതുതായിട്ട് പഠിക്കുന്നത് എപ്സിലോൺ പെർമിറ്റിവിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടിയും അതിന് ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കാം. യെസ്, ഓക്കെ. ഇപ്പോ നമ്മള് രണ്ട് ചാർജ് എടുത്തു മക്കളെ. Q1 എന്ന് പറഞ്ഞ ചാർജ് എടുത്തു, Q2 എന്ന് പറഞ്ഞ ചാർജ് എടുത്തു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എന്തിനു വെച്ചു? R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ കൊണ്ടുവച്ചു. ഇവരുടെ ഇടയിലുള്ള ഈ മീഡിയം, ഇവരുടെ ഇടയിലുള്ള മീഡിയം വാട്ടർ എന്ന് വിചാരിക്കുക മക്കളെ. വെള്ളമാണ് ഇവരുടെ ഇടയിലുള്ള മീഡിയം. ആരുടെ ഇടയിലുള്ള മീഡിയം? ഈ ചാർജുകൾക്ക് ഇടയിലുള്ള മീഡിയം വെള്ളമാണെങ്കിൽ മക്കളെ എന്താ വരിക? ഞാൻ ജനറൽ ഇക്വേഷൻ ഇവിടെ ചോദിക്കാം മക്കളെ. F = 1/4πε Q1 Q2 r². വീണ്ടും പറയണം, എപ്സിലോൺ എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി. അപ്പൊ നമ്മളിവിടെ ഈ രണ്ട് ചാർജുകൾക്കിടയിൽ വെള്ളമാണ് നമ്മൾ മീഡിയം വെച്ചിരിക്കുന്നതെങ്കിൽ മക്കളെ ഫോഴ്സ് ഇൻ വാട്ടർ, എന്റെ വാക്കുകളും എന്റെ ബോർഡിൽ എഴുതുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോഴ്സ് ഇൻ വാട്ടർ, വെള്ളമാണ് നമ്മുടെ മീഡിയം. വെള്ളത്തിലാണ് രണ്ട് ചാർജുകൾ ഇറക്കി വെച്ചത്. ഏതൊക്കെ ചാർജുകൾ? Q1 Q2 എന്ന് പറഞ്ഞ ചാർജ് വെള്ളത്തിലാണ് ഇറക്കി വെച്ചത്. അപ്പൊ വെള്ളത്തിലാണ് ഇറക്കി വെച്ചിട്ടുള്ള ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് F വാട്ടർ = 1/4πε പെർമിറ്റിവിറ്റി. ഞാൻ നിങ്ങളോട് പറഞ്ഞു പെർമിറ്റിവിറ്റി മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ്. മീഡിയം മാറുമ്പോ പെർമിറ്റിവിറ്റി മാറും. അപ്പൊ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു Q1 Q2 r². ഓക്കെ, അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക. ഇതിന് പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ആണ്. വീണ്ടും ഞാൻ പറയുന്നു, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. നമ്മൾ ഏത് മീഡിയത്തിലാണോ മുക്കി വെച്ചിരിക്കുന്നത് ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ. ഇനി എന്താണ് പെർമിറ്റിവിറ്റി അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ പഠിപ്പിച്ചുതരാം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താണ് പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. നമ്മൾക്ക് തൽക്കാലം ഇതിങ്ങനെ ഒരു ഓർഡറിൽ പഠിച്ചു പോവാ, എന്നാലും നമുക്ക് അത് പെർമിറ്റിവിറ്റി എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോ എപ്സിലോൺ എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പൊ മീഡിയം മാറുന്നതനുസരിച്ച് ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റി ആയിരിക്കും. ഇപ്പൊ വെള്ളത്തിന് പെർമിറ്റിവിറ്റി ഉണ്ടാവും, ഗ്ലാസിന് പെർമിറ്റിവിറ്റി ഉണ്ടാവും, പേപ്പറിന് പെർമിറ്റിവിറ്റി ഉണ്ടാവും, അതേപോലെ എയറിന് പെർമിറ്റിവിറ്റി ഉണ്ടാവും. അങ്ങനെ പലതിനും പല പെർമിറ്റിവിറ്റി ആയിരിക്കും. അപ്പോ പെർമിറ്റിവിറ്റി ആണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മീഡിയം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മീഡിയം മാറുന്നതനുസരിച്ച് പെർമിറ്റിവിറ്റി മാറുന്നു. അത് കാരണമാണ് ഫോഴ്സ് മാറുന്നത്. ബാക്കിയെല്ലാം കോൺസ്റ്റന്റ്. ഞാൻ കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ, Q1 ഉം Q2 കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്നു. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ നമ്മൾ ഡിസ്റ്റൻസും കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുന്നു. പിന്നെ മീഡിയം മാറുമ്പോ എന്ത് മാറി കളിക്കുന്നുണ്ട് മക്കളെ? മീഡിയം മാറുമ്പോ എന്ത് മാറുന്നുണ്ട്? ഫോഴ്സ് മാറുന്നുണ്ട്. കാരണം ആരാ? മീഡിയം മാറുമ്പോ എന്ത് മാറുന്നുണ്ട് മക്കളെ? പെർമിറ്റിവിറ്റി മാറുന്നുണ്ട്. ബാക്കിയെല്ലാം കോൺസ്റ്റന്റാ. 1 കോൺസ്റ്റന്റാ, 4 കോൺസ്റ്റന്റാ, 5 കോൺസ്റ്റന്റാ. Q1 ഉം Q2 നമ്മൾ ഒരു രണ്ട് ചാർജുകൾ ഫിക്സ് ചെയ്ത് വെച്ചേക്കാം, ഡിസ്റ്റൻസ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ടും മീഡിയം മാറുമ്പോ ഫോഴ്സ് മാറുന്ന കാരണം എന്താ? ഈ പെർമിറ്റിവിറ്റി മാറാനുസരിച്ച്. അപ്പൊ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. അപ്പൊ ഇവിടെ വെള്ളമാണെങ്കിൽ മക്കളെ ഇനി എവിടേക്ക് വരാം? വെള്ളമാണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എടുക്കാം. 1/4π പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു Q1 Q2 r². ഈ ഗ്ലാസ് ആണെങ്കിലോ മക്കളെ നിങ്ങൾക്ക് പറയാം, ഗ്ലാസ് ആണ് മീഡിയെങ്കിൽ നമ്മൾ എന്ത് പറയും മക്കളെ? 1/4π എപ്സിലോൺ ഓഫ് ഗ്ലാസ് Q1 Q2 r² കേട്ടോ. അപ്പൊ ഗ്ലാസ് ആണ് മീഡിയെങ്കിൽ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എടുക്കുക. ഇനി ഫോഴ്സ് ഇൻ കെറോസിൻ ആണ് നമ്മൾ മീഡിയ ആയിട്ട് എടുക്കുന്നത്. എന്ത് പറയും മക്കളെ? 1/4π എപ്സിലോൺ ഓഫ് കെറോസിൻ Q1 Q2 r² കേട്ടോ. എപ്സിലോൺ ഓഫ് കെറോസിൻ Q1 Q2 r². ഇത് കെറോസിൻ ആണ് മക്കളെ. ഫോഴ്സ് ഇൻ വാക്വം ആണെങ്കിൽ, അതായത് രണ്ട് ചാർജുകൾ ഇരിക്കുന്ന ആ മീഡിയം വാക്വം ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കൂടാ. Q1 Q2 എന്ന് പറഞ്ഞ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയം വാക്വം ആണെങ്കിൽ, അതായത് ഒന്നുമില്ലായ്മയിലാണ് ഈ രണ്ട് ചാർജ് ഇരിക്കണമെങ്കിൽ, വാക്വം ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം മക്കളെ? 1/4π എപ്സിലോൺ ഓഫ് വാക്വം പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഇൻറ്റു Q1 Q2 r². പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ഇൻറ്റു Q1 Q2 r² എന്നാണ് വരിക. അതിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം 1/4π എപ്സിലോൺ 0 എപ്സിലോൺ നോട്ട്
എപ്സിലോൺ സീറോ എന്നൊക്കെ വായിക്കാം. എപ്സിലോൺ സീറോ അല്ലെങ്കിൽ എപ്സിലോൺ നോട്ട്. അപ്പൊ 1/4 എപ്സിലോൺ നോട്ട് Q1 Q2 by R സ്ക്വയർ എന്ന് വരാം. അത് ഫോഴ്സ് ഇൻ വാക്വം ആണ്. അപ്പൊ മക്കളെ ഞാൻ പറയുന്നു, വാക്വം ആവുമ്പോൾ മാത്രമേ നമുക്ക് 1/4 എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ എന്ന് നമുക്ക് എഴുതാൻ പാടുള്ളൂ. ഓൾറെഡി ക്ലാസ് തുടങ്ങിയ ആൾക്കാരുണ്ടാവും. ഓൾറെഡി ക്ലാസ് തുടങ്ങിയ ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. കുളംസ് ലോ എന്ന് പറയുമ്പോൾ ഓൾറെഡി ക്ലാസ് തുടങ്ങിയ ആൾക്കാർ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പല സ്കൂളിലെ കുട്ടികളെ നോട്ടെടുക്കുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഫോഴ്സ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ. മക്കളെ അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്സിലോൺ നോട്ട് വന്നോ, 0 വന്നിട്ടുണ്ടോ, 0 വന്നിട്ടുണ്ടെങ്കിൽ അത് വാക്വം ആണ്. ഇൻഡയറക്ട്ലി നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് ആ ചാർജ് വാക്വം ആണ്. അല്ലെങ്കിൽ ചാർജ് വാക്വത്തിലിരിക്കുമ്പോൾ മാത്രം എന്ത് എഴുതാനുള്ള അനുവാദമുള്ളൂ, 0 എഴുതാനുള്ള അനുവാദമുള്ളൂ. ഇത് ആർക്കും അറിയില്ല. കുറെ പേരും അത് എന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കാണ്ട് വെറുതെ കുളംസ് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ 1/4 എപ്സിലോൺ സീറോ വരും. അപ്പൊ 0 ഇട്ട് കഴിഞ്ഞാൽ അത് എന്താണെന്ന് അർത്ഥം, അത് മീഡിയം വാക്വം ആണെന്നാണ്. ബാക്കി ഏത് മീഡിയത്തിൽ വെക്കുമ്പോഴാണോ ആ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി എഴുതുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വാട്ടർ എഴുതുന്നുണ്ട്, ഗ്ലാസ് എഴുതുന്നുണ്ട്, കെറോസിൻ എഴുതുന്നുണ്ട്. വാക്വത്തിന് മാത്രം നമ്മൾ 0 എഴുതിയാണ്. ഓക്കെ, തെറ്റിക്കോ? അപ്പോ നമ്മൾ കുളംസ് ലോ ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. കുളംസ് ലോന്റെ ഇക്വേഷൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് നോട്ടീസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞാൻ നിങ്ങളോട് കുളംസ് ലോന്റെ ഇക്വേഷൻ പറയാൻ ആഗ്രഹിക്കുന്നത് 1/4 എപ്സിലോൺ സീറോ ഒന്നുമല്ല. 1/4 എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ കുളംസ് ലോന്റെ ഇക്വേഷൻ ആണ്. പക്ഷെ അത് ഏത് മീഡിയത്തിലാണെന്നോ, വാക്വത്തിലാണ്. മക്കളെ ജനറൽ ഇക്വേഷൻ കുളംസ് ലോന്റെ ഫോഴ്സ് ഇൻ എനി മീഡിയം കേട്ടോ, ഏത് മീഡിയത്തിൽ വെച്ച് ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 1/4 എപ്സിലോൺ ഓഫ് ദാറ്റ് മീഡിയം, എപ്സിലോൺ ഓഫ് ദാറ്റ് മീഡിയം Q1 Q2 by R സ്ക്വയർ. ഇതാണ് മക്കളെ ഫോഴ്സിന്റെ ഇക്വേഷൻ. 1/4 എപ്സിലോൺ ഓഫ് മീഡിയം Q1 Q2 by R സ്ക്വയർ. നിങ്ങള് കുളമ്പിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ നിങ്ങളോട് പറഞ്ഞു. ചാർജുകൾ മാറ്റി നോക്കുക. ചാർജുകൾ മാറ്റി നോക്കുമ്പോൾ ഫോഴ്സ് മാറും. അപ്പൊ ഫോഴ്സും ചാർജും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. പ്രൊഡക്റ്റിന് മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഡിസ്റ്റൻസ് മാറ്റി നോക്കാൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് സ്ക്വയർ എന്ന് പറഞ്ഞു. ഇനി ഞങ്ങളോട് പറഞ്ഞത് എന്താ, മീഡിയം മാറ്റി നോക്കുക. മീഡിയം മാറുമ്പോൾ ഫോഴ്സ് മാറുന്നുണ്ടെങ്കിൽ, മീഡിയം മാറുമ്പോൾ ഫോഴ്സ് മാറുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണക്കാരനുള്ളൂ. മീഡിയം മാറുമ്പോൾ ഫോഴ്സ് മാറുന്നെങ്കിൽ അതിന്റെ പെർമിറ്റിവിറ്റി മാറുന്നുണ്ടാവും. അപ്പൊ ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റി ആയതുകൊണ്ട് ഓരോ മീഡിയത്തിനും അനുഭവപ്പെടുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ എന്തുണ്ടാവും മക്കളെ, മാറ്റം ഉണ്ടാകും. ഇത് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കണം. 1/4 എപ്സിലോൺ 0 Q1 Q2 by R സ്ക്വയർ എന്ന് എഴുതുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. അത് അവർ അറിഞ്ഞോ അറിയാതെ അവർ എഴുതുന്നത് ഏത് മീഡിയത്തിന്റെ കേസാണ് മക്കളെ, വാക്വത്തിന്റെ കേസാണ്. അല്ലാണ്ട് കുളംസ് ലോ ഈക്വൽ ടു ഈ കുളംസ് ലോന്റെ ഇക്വേഷൻ 1/4 എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ എന്ന് എഴുതി വെക്കുന്നു. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടിയിൽ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യാം. മീഡിയത്തിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. നമ്മള് നോക്കുക, ഒരു Q1 എന്ന് പറഞ്ഞ ചാർജ്, Q2 എന്ന് പറയുന്ന ചാർജ്, ഈ രണ്ട് ചാർജുകളും വാക്വത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, രണ്ട് ചാർജുകളും വാക്വത്തിൽ നിൽക്കുന്നു. അപ്പൊ മക്കളെ ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ ഈ വാക്വം ഞാൻ വീണ്ടും എടുത്ത് പറയാനുള്ള കാരണം നമ്മൾ മെജോറിറ്റി കേസുകളിലും ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാ കേസുകളിലും ചാർജ് മിക്കവാറും വാക്വത്തിലായിരിക്കും. അപ്പൊ നമ്മൾ വാക്വത്തിലായ രണ്ട് ചാർജ് Q1 Q2 വാക്വത്തിൽ നിൽക്കുന്നു. അവർ നമ്മളെ ഡിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. അപ്പൊ വാക്വത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1/4 എപ്സിലോൺ നോട്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് മക്കളെ, എപ്സിലോൺ നോട്ട് വാക്വത്തിലാണ്. അപ്പൊ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്നാണ് ഇതിന്റെ അർത്ഥം. പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അപ്പൊ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം എന്നാണ് എപ്സിലോൺ നോട്ടിന്റെ അർത്ഥം. അപ്പൊ എപ്സിലോൺ നോട്ട് എന്ന് പറയുമ്പോൾ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. അപ്പൊ ഇവിടെ 0 വന്നു കഴിഞ്ഞാൽ, നോട്ട് വന്നു കഴിഞ്ഞാൽ വാക്വം എന്നാണ് അർത്ഥം. Q1 Q2 by ഡിസ്റ്റൻസ് സ്ക്വയർ. ഇതാണ് മക്കളെ വാക്വത്തിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ. വാക്വത്തിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ, കുളംസിന്റെ ഇക്വേഷൻ അല്ല പറഞ്ഞത്, കുളംലോയുടെ ഇക്വേഷൻ അല്ല പറഞ്ഞത്. വാക്വത്തിലുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ 1/4 എപ്സിലോൺ സീറോ Q1 Q2 by R സ്ക്വയർ. മക്കളെ എപ്സിലോൺ സീറോ വീണ്ടും ഞാൻ എഴുതുന്നു. പെർമിറ്റിവിറ്റി ഓഫ് വാക്വം, അതിനൊരു വാല്യൂ ഉണ്ട് 8.854 into
10⁻². നമ്മൾ +2 പഠിക്കുന്ന ആദ്യത്തെ ഒരു വാല്യൂ ആണ് പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിന്റെ വാല്യൂ 8.854 × 10⁻12 എന്നതാണ് നമ്മൾ അതിന്റെ വാല്യൂ വരുന്നത്. ഇനി അതിന്റെ മക്കളെ യൂണിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. യൂണിറ്റ് ഒരു യൂണിറ്റ് പോലും ബൈഹാർട്ട് പഠിക്കരുത് എന്നുള്ള ചിന്താഗതിക്കാരാണ് ഞാൻ. ഒരു യൂണിറ്റ് നമ്മൾ ബൈഹാർട്ട് പഠിക്കരുത്. നമ്മൾ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യണം, യൂണിറ്റ് ഉണ്ടാക്കണേ, ബൈഹാർട്ട് ചെയ്യരുത്. എനിക്ക് വേണ്ട യൂണിറ്റ് ε0 ആണ്. ε0 യൂണിറ്റ് വേണമെങ്കിൽ നമ്മൾ ε0 ഇക്വേഷൻ ഉണ്ടാക്കണം. എങ്ങനെ ε0 ഇക്വേഷൻ ഉണ്ടാക്കാം? നമ്മൾ ഈ ε0 ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഫോഴ്സിനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ ഞാനിവിടെ എഴുതുന്നു മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതുന്ന ശ്രദ്ധിക്കുക. ε0 ഈക്വൽ ടു മക്കളെ ε0 പ്രതി പോയിട്ടാ ഫോഴ്സ് പകരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ε0 ഈക്വൽ ടു 1/4πf. കണ്ടാ എഫ് അടിക്കത്തിയുണ്ട്. എഫ് Q1 Q2/r². ഇതാണ് ε0 ഇക്വേഷൻ. 1/4πf Q1 Q2/r². അതിൽ 1 യൂണിറ്റ് ഇല്ല, 4 യൂണിറ്റ് ഇല്ല, പൈക്ക് യൂണിറ്റ് ഇല്ല. ചാർജിന് യൂണിറ്റ് ഉണ്ട്, നമ്മൾ പഠിപ്പിച്ചത് കുളമ്പാണ്. വീണ്ടും ഒരു ചാർജ് വെക്കുന്നു, രണ്ടാമത്തെ ചാർജ്, അപ്പൊ അതിനും കുളമ്പുണ്ട്. അപ്പൊ കുളമ്പ് ഇൻറ്റു കുളമ്പ് എന്ന് പറയുമ്പോൾ കുളം സ്ക്വയർ ബൈ മക്കളെ ഈ ബൈ ആണ് ഇവിടെ ബൈ. അടിയിൽ ഫോഴ്സ് നിൽക്കേണ്ട ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്റ്റൻസിന്റെ സ്ക്വയർ അടിയിൽ നിൽക്കുന്ന ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോ പെർമിറ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താ വരും മക്കളെ? കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ വരും. കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി അതിന്റെ ഡയമെൻഷൻ ചോദിച്ചാലോ? പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ അവിടെയും നമ്മൾ ഇക്വേഷൻ തന്നെ നോക്കാം. നമ്മൾ ഡയമെൻഷൻ നോക്കാൻ പോകുന്നു മക്കളെ. ഇവിടെ ഞാൻ ഇത് സെക്ഷൻ എടുക്കുന്നു. ഡയമെൻഷൻ, ആ ഡയമെൻഷൻ പെർമിറ്റിവിറ്റി ഡയമെൻഷൻ അവിടെ നമ്മൾ ബൈഹാർട്ട് ചെയ്യരുത്. ഇക്വേഷൻ നമുക്ക് ഡയമെൻഷൻ ഉണ്ടാക്കാം മക്കളെ. നോക്കൂ, പെർമിറ്റിവിറ്റി ഇക്വേഷൻ നോക്കൂ. 1 ഡയമെൻഷൻ ഇല്ല, 4 ബൈക്കുന്ന ഡയമെൻഷൻ ഇല്ല. ചാർജിന് ഡയമെൻഷൻ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കൊണ്ടവർക്ക് അറിയാം ചാർജിന് ഡയമെൻഷൻ ഉണ്ട്. ചാർജിന് ഡയമെൻഷൻ 80 ആണ്. വീണ്ടും ഒരു ചാർജ്, രണ്ടാമതൊരു ചാർജ് വന്നിരിക്കുന്നു. അപ്പൊ വീണ്ടും ഒരു 80. അപ്പൊ 80 × 80 ബൈ മക്കളെ ഫോഴ്സിന്റെ ഡയമെൻഷൻ +1 പഠിച്ചിട്ടുള്ള mLT⁻², mLT⁻² ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഡയമെൻഷൻ L². അപ്പൊ മക്കളെ എന്തുണ്ടാവും നോക്കാം. എം മോളെ പോവും, അപ്പൊ m⁻⁻1, എം മോളെ പോവും m⁻⁻1, L × L², L³ മോളെ പോവും L⁻⁻3, L⁻⁻3, T⁻² മോളെ പോവും. T⁻² മോളെ പോകുമ്പോൾ T⁻+2. ഇവിടെ ഓൾറെഡി T × T² ഉണ്ട്. അപ്പൊ T² × T⁻+2 എന്ന് പറയുമ്പോൾ മക്കളെ T⁴. പിന്നെ A × A². അപ്പൊ ഇതാണ് ആരുടെ ഡയമെൻഷൻ മക്കളെ? ε0ന്റെ ഡയമെൻഷൻ ഇതാണ്. പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ ഇതാണ്. m⁻⁻1, L⁻⁻3, T⁴, A². ഇതാണ് പെർമിറ്റിവിറ്റിയുടെ ഡയമെൻഷൻ. പെർമിറ്റിവിറ്റി ഓഫ് വാക്വത്തിന്റെ വാല്യൂ 8.854 × 10⁻12. യൂണിറ്റ് കുളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഇനി നമുക്കറിയാം മക്കളെ 1/4πε0. അതിനും ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1/4πε0 നമ്മൾ എളുപ്പത്തിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്. 1, 4, πε0 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 9 × 10⁻9 എന്ന് പറഞ്ഞ വാല്യൂ ആണ് 1/4πε0 കേട്ടോ. 1/4πε0യുടെ വാല്യൂ ആണ് 9 × 10⁻9. ശ്രദ്ധിക്കണം എല്ലാവരും, 9 × 10⁻9. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1/4πε0ക്ക് പകരം 9 × 10⁻9 നേരിട്ട് എഴുതി വെച്ച് നമുക്ക് തുടങ്ങാം. 9 × 10⁻9 Q1 Q2/r² എന്നൊക്കെ എഴുതി വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൂളംസ് ലോനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവരും നോട്ട് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കാം. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. അത് നമുക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് വേണ്ടി നമുക്ക് ഒരു വീഡിയോ ഇടാം, കുഴപ്പമില്ല. അപ്പൊ സംശയം എന്തുണ്ടെങ്കിലും ചോദിക്കാം. ഇന്ന ഭാഗം ക്ലിയർ ആയി പറഞ്ഞു തരണം, കുറച്ചുകൂടി പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിൽ ആകെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ ആരും കാണുന്നില്ല, നേരിട്ട് കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ, അത് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്യാം.